എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മലയാളത്തിലെ ആന ഡോക്ടർ എന്നുള്ളൊരു ഭാഗമാണ്. നോക്കാം. ജീവിതത്തിൻ്റെ പൊരുൾ പാരസ്പര്യത്തിലാണ്. കരുണയോടെയുള്ള ജാഗ്രത അത് കാത്തുവയ്ക്കുന്നു. ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മൃഗ ഡോക്ടറുടെ കഥയാണ് കേട്ടോ. മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്കു ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കോട്ടയിടുകയായിരുന്നു. എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. പുറത്തെ ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചുരു നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു. കാട്ടാനകളാണോ? ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി. പൊതുവെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്. എന്തോ കാരണമുണ്ട്. ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ടു. കതക് തുറന്ന് പുറത്തിറങ്ങി. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ, പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. അവ മുഴുത്ത് കാട്ടിൻ്റെ വിളുമ്പായി. മരങ്ങളായി ചില്ലകളും ഇലകളുമായി. പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു. ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടു കഴിഞ്ഞിരുന്നു. ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. എവിടെ എന്ന് ഞാൻ ചോദിച്ചു. 2 വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു. ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു. ഇരുട്ടിൽ വിളക്ക് തെളിയിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും. അതുകൊണ്ട് കണ്ണു മേഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു. അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി. ആനക്കുട്ടി പതുക്കെ അലറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആനക്കുട്ടി തലയാട്ടി. ജേസി പശു കരയുന്ന ഒച്ചയിൽ ചിഹ്നം വിളിച്ചു. കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കാതിൽ പിടിച്ചു. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. അത് തുമ്പിക്കൈ വളച്ച് നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇവനെ ഒന്ന് കിടത്തണം. എന്താണ് പ്രശ്നമെന്ന് നോക്കണം. നീ പോയി എൻ്റെ പെട്ടി എടുത്തു കൊണ്ടുവാ. ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി. നാവുകൊണ്ട് ബാറ്ററി തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്ത് പോയി മരുന്ന് പെട്ടിയെടുത്ത് കൊണ്ടുവന്നു. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തറപ്പിച്ചതിനു ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി. കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്ക് 2 കാലിൻ്റെ നടുക്കും മുൻപിലുമായി ഊഞ്ഞലാടിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടു നോക്കിയാൽ കൊള്ളാമെന്ന് അത് ശ്രമിച്ചു. തുമ്പിക്കൈ കുഴഞ്ഞ് തളരുന്നത് കണ്ടു. കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി. കാല് തെറ്റി വീഴാൻ പോയി. ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി. 4-5 തവണ നെടുവീർപ്പിട്ടു. തുമ്പിക്കൈ നിലത്ത് വീണ് ഊതി മണ്ണ് പറപ്പിച്ചു. പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി.
നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാലിലൊഴിക്ക്. കുട്ടിയാണ്, കാല് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. ഞാൻ കുളിമുറിയിലേക്ക് ഓടി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു. ഞാൻ ആനയുടെ കാതുകൾ നനച്ചു. പിന്നെയും കുപ്പി തന്നെ, പക്ഷെ വലുതല്ല, പുണ്ണച്ചീഞ്ഞിട്ടുമില്ല, ഡോക്ടർ പറഞ്ഞു. വിളക്ക് പിടിച്ചോളൂ. ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി. കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്ന് തോന്നി. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോസിപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു. ചോരയുടെ ഗന്ധം. ചില്ല് പൊട്ടിയില്ലെന്ന് തോന്നുന്നു. ഭാഗ്യം. ഡോക്ടർ വണത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു. വെൽ, ഓൾമോസ്റ്റ് ക്ലീൻ. ലക്കി ഗായ്. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരികെ കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്നനങ്ങി. ഹീസ് അവേക്ക്. ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത്. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീ ഈസ് എ ടസ്കർ, മൈ ആൽഫ മെയിൽ എന്ന് പറഞ്ഞു. കുട്ടിയുടെ തുമ്പിക്കൈയിൻ്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്തെ മുതുമലയിലേക്ക് മടങ്ങും, ഡോക്ടർ പറഞ്ഞു. മുതുമലയിലേക്കോ? ഞാൻ ചോദിച്ചു. അതെ. അവൻ അവിടെ നിന്നല്ലേ വന്നിട്ടുള്ളത്, ഡോക്ടർ പറഞ്ഞു. നീ ഇവനെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ. മുഖം കണ്ടാൽ അറിയില്ലേ? 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെയും നോക്കി. ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യ മുഖങ്ങളെയാ ഓർമ്മിച്ചു വയ്ക്കാറുള്ളത്. ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിങ് എന്ന് ഞാൻ പറഞ്ഞു. പാവം, നല്ല വേദനയുണ്ടോ? ഈ കുപ്പിച്ചില്ല് കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ നടന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്, അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്ന് പറഞ്ഞു. ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെപ്പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും. 300 കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു. അത് നടന്ന് 1.5 കൊല്ലം കഴിഞ്ഞു. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്കിപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് 10 ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം. 4 ഇടത്ത് റോഡ് മുറിച്ചു കടക്കണം. ഞങ്ങൾ മടങ്ങി. വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുൻപ് ഡോക്ടർ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി. അതിനെ വളഞ്ഞു നിന്നു. വിളിച്ചുകൊണ്ട് പോകട്ടെ, വരൂ, ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. എൻ്റെ ദേഹം വിറച്ച് കോൾമേർ കൊണ്ടു. കണ്ണുനീരോടെ ഞാൻ നിന്നു. അറിയാതെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതെ, ദേവദുന്ദുഭികൾ മുഴങ്ങി. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. വരൂ എന്ന് എൻ്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർക്ക് അകത്തേക്ക് നടന്നു. നമുക്കിനി പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത്? കണ്ടെത്തി എഴുതുക. ആനക്കുട്ടി 3 കിലോമീറ്റർ നടന്ന് രാത്രിയിൽ ഡോക്ടറുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. ആരാ അങ്ങനെയൊന്ന് അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്ന് ഡോക്ടർ പറയുന്നു. കൊമ്പനെ തൊട്ട് മൈ ആൽഫ മെയിൽ എന്ന് സ്വന്തം മകനെ പോലെ വിളിക്കുന്നു. ആനക്കൂട്ടം മുഴുവൻ ഇരുട്ടിൽ ഡോക്ടറുടെ വീടിന് മുന്നിൽ വിശ്വസ്തോടെ കാത്തു നിൽക്കുന്നു. മുറിവ് കഴുകുമ്പോഴും സൂചി വയ്ക്കുമ്പോഴും ഡോക്ടർ ആനയോടെ കുഞ്ഞിനോടെന്ന പോലെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഡോക്ടറും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കുന്ന വരികൾ. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ തിരശ്ശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശ്ശീലയിലെ സുഷിരങ്ങൾ. ഇത്തരം പ്രയോഗങ്ങളാണ് ഗദ്യഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നത്. പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി അവ നോവൽ ഭാഗത്തിന് എങ്ങനെ ഭംഗി നൽകുന്നു എന്ന് ചർച്ച ചെയ്യുക. ഇനി ഉത്തരത്തിലേക്ക് പോവാം. ഇവിടെ ഉപമാലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാറ്റിനെ വെള്ളച്ചാട്ടത്തോടും
ഇരുട്ടിനെ തിരശീലയോടും നക്ഷത്രങ്ങളെ തിരശീലയിലെ സുഷിരങ്ങളോടും ഉപമിച്ചിരിക്കുന്നു. ഇത് നോവൽ ഭാഗത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. വായനക്കാരന് കാടിൻ്റെ രാത്രി നേരിട്ട് കാണുന്ന അനുഭവം നൽകുന്നുണ്ട്. ഇവിടെ പാഠത്തിലെ മറ്റുദാഹരണങ്ങൾ: തിരകളിലെ തോണി പോലെ ശരീരം ഉലഞ്ഞാടി, തുമ്പിക്കൈ മലമ്പാമ്പ് പോലെ വീണു, തരുപക്ഷ മൃഗങ്ങളോടുമേ നരരോടും സുരരോടുമെന്നുമേ ഒരു മട്ടി വരുള്ളിലെന്തുക, സരള സ്നേഹരസം നിനപ്പു ഞാൻ. എൻ കുമാരനാശാൻ എഴുതിയ ചിന്താവിഷ്ടയായ സീത എന്നുള്ള കവിതയിലെ കുറച്ച് വരികളാണ്. ഈ വരികളിലെ ആശയവും നോവൽ ഭാഗവും വിശകലനം ചെയ്ത ഡോക്ടർ കെ എന്ന കഥാപാത്ര നിരൂപണം ചെയ്യുക. എല്ലാ ജീവജാലങ്ങളോടും ഒരേ സ്നേഹം തോന്നുന്ന സീതയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡോക്ടർ കെയും ഇതുപോലെയാണ്. അദ്ദേഹത്തിന് മനുഷ്യനും ആനയും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. ഡോക്ടർ കെ എന്ന കഥാപാത്രം മുതുമലയിലെ ആന ഡോക്ടറാണ്. ഡോക്ടർ കെ എന്നറിയപ്പെടുന്ന ഡോക്ടർ കൃഷ്ണമൂർത്തി വിനോദസഞ്ചാരികൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞാനകളെ എടുത്ത് വളർത്തുന്ന ആളാണ്. ആനകളുടെ വേദന അറിയുന്ന, അവയുടെ ഭാഷ അറിയുന്ന, പ്രകൃതിയോട് കരുണയുള്ള മനുഷ്യനാണ് ഡോക്ടർ കെ. വിനോദസഞ്ചാരികളിൽ ചിലരുടെ പ്രവൃത്തികൾ വന്യമൃഗങ്ങളുടെ സ്വൈരജീവിതത്തെ എങ്ങനെയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നാം നോവൽ ഭാഗത്ത് കണ്ടു. ഇതുപോലെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടതും മൃഗങ്ങൾ പ്രാധാന്യത്തോടെ വരുന്നതുമായ നിരവധി വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. അവ വിശകലനം ചെയ്ത് പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന വിഷയത്തിന് പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം. ആന ഡോക്ടർ എന്ന പാഠത്തിൽ നാം കണ്ടു, മനുഷ്യൻ ഉണ്ടാക്കിയ റോഡ് മുറിച്ചു കടക്കാനാവാതെ ആനകൾ ബുദ്ധിമുട്ടുന്നതും വിനോദസഞ്ചാരികൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞാന പിടിയാനയായി മാറുന്നതും. ഇതൊക്കെ ആരുടെ തെറ്റാണ്? നമ്മുടെ തെറ്റ്. ഇനി നമ്മൾ പ്രകൃതി രണ്ട് തരത്തിൽ നശിപ്പിക്കുന്നു. ഒന്ന്, കാട് നശിപ്പിക്കൽ. റിസോർട്ടുകൾക്കും വീടുകൾക്കും വേണ്ടി നമ്മൾ കാട് വെട്ടുന്നു. ആനയ്ക്ക് നടക്കാനുള്ള വഴി നമ്മൾ അടയ്ക്കുന്നു. അവയ്ക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് ആനകൾ നാട്ടിലിറങ്ങുന്നത്. 2, മാലിന്യം. കാട് കാണാൻ പോകുന്ന നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അവിടെ ഇടുന്നു. അടുത്തുനിന്ന് മൃഗങ്ങൾ ചാവുന്നു. വാഹനങ്ങളുടെ ഹോണും വെളിച്ചവും മൃഗങ്ങളെ പേടിപ്പിക്കുന്നു. ഡോക്ടർ കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ്. ഈ ഭൂമി മനുഷ്യൻ്റെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. കാട്ടിൽ പ്ലാസ്റ്റിക് ഇടില്ല, മൃഗങ്ങളെ ശല്യപ്പെടുത്തില്ല. ഒരു മരം വെട്ടിയാൽ 10 മരം നടും. പ്രകൃതിയെ കാത്താൽ പ്രകൃതി നമ്മെ കാക്കും. ഡോക്ടർ കെ തേടി ആന വന്നതുപോലെ നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെയും സ്നേഹിക്കും. നന്ദി.